2014 അതിരാവിലെ 5 മണിയോടുകൂടി ഞാൻ തോട്ടത്തിൽ പോയി ഒരു 7 മരം വെട്ടിയ സമയത്ത് പിന്നെ 2 പോലീസുകാർ ഓടി വന്ന് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുതുകിലും ദേഹത്ത് മുഴുവൻ അടിച്ച് ലാത്തി കൊണ്ട് അടിച്ച് തള്ളിയിട്ടപ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ട് അവരുടെ കാല് പിടിച്ചുകൊണ്ട് ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞപ്പോൾ മുട്ട് കയറ്റി എൻ്റെ കൈമുട്ട് കൊണ്ട് തന്നെ മുതുകിലൊക്കെ മാരകമായി ഇടിക്കുകയും മറ്റേ പോലീസുകാരെ എന്നെ ഷൂ കൊണ്ട് ചവിട്ടുകയും അടിവയറ്റിലും മുതുകിലും ചവിട്ടുകയും അയാളിരുന്ന ആ തടി കൊണ്ട് തന്നെ കാലിലും മറ്റുള്ള ദേഹങ്ങളിലൊക്കെ മാരകമായ രീതിയിൽ പട്ടി അടിക്കുന്ന പോലെ എന്നെ അടിച്ചവശനാക്കി അവിടെ ഇടുകയും എന്നെ വലിച്ചിഴച്ചു കൊണ്ടുവന്നപ്പോൾ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇവൻ തന്നെ കള്ളൻ എന്ന് പറയുന്നു. അപ്പോൾ നാട്ടുകാരെൻ്റെ നിലവിളി കേട്ട് ഓടിക്കൂടി ഈ വാഹനത്തിൻ്റെ ആട്ടോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഇയാൾ കള്ളനല്ല, ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇദ്ദേഹം മരം വെട്ടുന്ന ഒരു തൊഴിലാളിയാണ്, കള്ളനല്ല, ഈ പാല് വെട്ടിയെടുത്തത് ഈ ബാരലിലാണ് ഒഴിക്കുന്നത്, അദ്ദേഹം കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ ആ നിരപരാധി എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിക്കുന്നു. എങ്കിലും അവരത് വകവയ്ക്കാതെ രാജേന്ദ്രനും കൂടി ചേർന്ന് എന്നെ ആട്ടോയിൽ വലിച്ചെടുത്ത് കയറ്റുകയും അവിടെ നിന്ന് ഇളമ്പെ തിരിഞ്ഞു പോകുന്ന ആറ്റിങ്ങൽ ചെമ്പൂർ മെയിൻ റോഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഒരു പോലീസ് വാനിൽ കയറ്റി. അപ്പോഴും ഞാൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കള്ളനല്ല, ഞാൻ ഒരു പട്ടികജാതിക്കാരനാണ്, ഞാൻ ആരെയും മുതലെടുത്തിട്ടില്ല, ഞാൻ മരം വെട്ടാൻ പോയിട്ടുള്ളൂ, ആ ഉടയൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് എന്നെ ദേവോത്തരം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ഒരു വർഷം കൊണ്ട് അതിരാവിലെ 3 മണിക്ക് വന്ന് ടാപ്പ് ചെയ്ത് അതിരാവിലെ പാലെടുത്തുകൊണ്ട് വന്ന കള്ളനല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ 2-3 ഇടിയും കൂടെ പോലീസുകാർ തന്നിട്ട് നേരെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ രാജേന്ദ്രൻ ആട്ടോയിൽ അവിടെ വന്നു. അവന് കസേര എടുത്തിട്ട് പോലീസ് സ്റ്റേഷനകത്ത് ഒരു സീറ്റ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ എന്നെ ഇടി കൊണ്ട് മരണപ്രാളത്തിൽ നിലവിളിയോട് കരച്ചിലും വിളിയായിരുന്നു. അത് വകവയ്ക്കാതെ അവർ എന്നെ നീ മര്യാദയ്ക്ക് ഇരുന്നോളണം, നിന്നെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എൻ്റെ ഭാര്യയെ ഫോൺ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. എൻ്റെ വീട്ടിലറിയിക്കാൻ കഴിയാതെ വണ്ണം അവർ വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ് വീണ്ടും ഞാൻ കരഞ്ഞ് നിലവിളിച്ചവും പറഞ്ഞ് നീ വേണമെങ്കിൽ നിൻ്റെ ഭാര്യയെ മാത്രം വിളിച്ചോളണം, അവൾ വന്നാൽ നിന്നെ അവളെ കൂടെ പറഞ്ഞയക്കാം, അല്ലാതെ ഒരു വ്യക്തിയെ വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയെ വിളിച്ച ഉടനെ ഫോൺ വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. എന്തായാലും അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ തോട്ട ഉടമയും മകനും കൂടെ അവരെ ബന്ധുക്കളുമായി ചേർന്ന് സ്റ്റേഷനിൽ വരികയും അവർ പറഞ്ഞു ഇദ്ദേഹം കള്ളനല്ല, ഞാൻ 1 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തോട്ടത്തിൽ വെട്ടിപ്പിക്കുന്ന തൊഴിലാളിയാണെന്നും ഇത് വെട്ടേണ്ട അവകാശം കോടതി വിധി പ്രകാരം എൻ്റെ ഭർത്താവിൻ്റെ വസ്തു ആയതുകൊണ്ട് കോടതി വിധി പ്രകാരം എനിക്കുണ്ട്, ആ അവകാശത്തിന്മേലാണ് ഞാൻ 7-8 വർഷം കൊണ്ട് തൊഴിലാളികളെ വെച്ച് വെട്ടുന്നതും 1 വർഷക്കാലം കൊണ്ട് ഈ തൊഴിലാളി എൻ്റെ മരം വെട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങളുടെ രേഖ എവിടെയെന്ന് ചോദിച്ചാൽ അവർ രേഖ കാണിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ പോലീസുകാർ ഏത് വിധേന എന്നെ അവിടെ നിന്ന് പറഞ്ഞിവിടെ വിടണം എന്നുള്ളൊരു അവസ്ഥയിലേക്കായിരുന്നു. എന്നാൽ എൻ്റെ ബന്ധുക്കൾ ഒക്കെ കൂടെ പറഞ്ഞ് കേസെടുത്തേ വിടാൻ ഒക്കുള്ളെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ബന്ധുക്കൾ പറയുന്നതെന്ന് വകവയ്ക്കാതെ അവർ കുറേ നേരം 3 മണിയോളം അതിരാവിലെ പിടിച്ചുകൊണ്ട് എന്നെ 3 മണിയോളം സ്റ്റേഷനിൽ എത്തുകയും ഈ ഉടമസ്ഥയായ ജയകുമാരി അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ തൊഴിലാളിയെ 1 വർഷം കൊണ്ട് വെട്ടുന്ന തൊഴിലാളിയെ പോലീസുകാർ മർദ്ദിച്ച് അവശനാക്കിയെന്നും പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളും ഈ ജയകുമാരിയും ചേർന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ പുറത്ത് കൊണ്ടുവരികയും ചെയ്തു. ഏതാനും പേപ്പറുകളിൽ ഒരു പേപ്പറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് എന്നെ വെളിയിൽ കൊണ്ടുവന്ന്. എനിക്ക് നിവർന്ന് നിൽക്കാനോ മൂത്രമൊഴിക്കാനോ ഒന്നും നടക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ വളരെ ദയനീയമായിരുന്നു എൻ്റെ സ്ഥിതി. ഇങ്ങനെ അവർ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി എന്നെ മർദ്ദിച്ച് അവശനായ എന്നെ ഡോക്ടർമാർ അവശനായതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം എൻ്റെ വയറ് സ്കാൻ ചെയ്യുകയും മറ്റുള്ള എക്സ്റേകളൊക്കെ എടുത്ത് അവിടെ 5 ദിവസം ഞാൻ ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വലിയ കുന്ന് ആശുപത്രിയിലേക്ക് എന്നെ റെഫർ ചെയ്ത് വലിയ കുന്നിൽ ആശുപത്രിയിൽ 7 ദിവസം 10-13 ദിവസം ആശുപത്രിയിലായിരുന്നു. എന്നിട്ട് ഉന്നതാധികാരികൾക്കെല്ലാം ആറ്റിങ്ങലിലുള്ള പോലീസ് ഓഫീസർമാർക്കും അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോലീസ് ഓഫീസർമാർക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പരാതി നൽകി. ഇതുവരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്ന് അന്വേഷിക്കുകയോ സംഭവ സ്ഥലത്ത് വരികയോ അന്വേഷിക്കുകയോ എൻ്റെ മൊഴി രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു പട്ടികജാതിക്കാരനും 3 മക്കളും എൻ്റെ ഭാര്യയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ പോയി കൊണ്ടുവന്ന ഏക വരുമാന മാർഗത്തിലാണ് എൻ്റെ പിള്ളേർ പഠിക്കുന്നത്. പിള്ളേർ ഈ അവസ്ഥ കാരണം പിള്ളേർ
സ്കൂളിൽ പോകാൻ വയ്യാത്ത അവസ്ഥയിൽ സ്കൂളിലൊന്നും പോയിട്ടില്ല. എൻ്റെ ഏക വരുമാന മാർഗത്തിലാണ്. പക്ഷേ എന്തു തന്നെ ആയാലും ഞങ്ങളുടെ പട്ടികജാതിക്കാരനായ എനിക്ക് വേണ്ടി ഒരു ദളിത് സംഘടനയോ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഒരു ന്യായവും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കൂലിപ്പണിക്ക് പോകാൻ തന്നെ കഴിയാത്തൊരവസ്ഥ. പറയട്ടെ, കുഴപ്പമില്ല. കൂലിപ്പണിക്ക് പോകാൻ വയ്യാതെ കൂലിപ്പണിക്ക് പോകാൻ വയ്യാതെ ഞങ്ങൾ പട്ടിണിയുടെ അവസ്ഥയിലേക്കായിരിക്കുന്നു. ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങളിപ്പോൾ. എൻ്റെ പൈതങ്ങളും വിദ്യാഭ്യാസത്തിന് ഒന്നും പോകാൻ വയ്യാത്തൊരവസ്ഥയിലായിരിക്കുന്നു. പട്ടികജാതിക്കാരനായ എന്നെ ഇത്രത്തോളം പീഡിപ്പിച്ച് അവശനാക്കിയ ഈ ഉദ്യോഗസ്ഥർക്കും ഈ രാജേന്ദ്രനുമെതിരെ പട്ടികജാതി പീഡന നിയമപ്രകാരം വധശ്രമത്തിന് കേസെടുക്കുകയും ഈ കുറ്റക്കാർക്കെതിരെ വേണ്ട ശിക്ഷാ നടപടികളും കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ പട്ടികജാതിക്കാരനായ പട്ടികജാതിക്കാർക്കെന്നല്ല ഒരു മക്കൾക്ക് പോലും, ഇനി ഒരു സഹോദരങ്ങൾക്ക് പോലും ഇങ്ങനെ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് ഒരു അവസ്ഥ ഉണ്ടാകാത്ത രീതിയിൽ അധികാരികളും നാട്ടുകാരും അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇനി ഞങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നൊരവസ്ഥയിൽ ഞങ്ങൾ മുഴുപട്ടിണി ഞങ്ങൾ ഈ ദേശത്തായിരിക്കുകയാണ്.